എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് RSS നേതാവ് വത്സൻ തില്ലങ്കേരിയും അതോടൊപ്പം തന്നെ പോലീസ് ഉന്നത ഉദ്യോഗസ്ഥൻ ADGP ആയ അനിൽകുമാറിൻ്റെയും പ്രസ്താവനകളിൽ ഒരേ സാമ്യതകളുണ്ട്. അന്ന് കേസന്വേഷിച്ചിരുന്ന എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസ് അന്വേഷിച്ച സമയത്ത് ചാനലുകളിൽ വന്ന് വാചക കസർത്ത് നടത്തിയ ADGPയുടെ മുസ്ലിം വിരോധവും അതോടൊപ്പം തന്നെ RSS നേതാവ് കണ്ണൂർ ജില്ലയിലെ വത്സൻ തില്ലങ്കേരിയുടെ പ്രസ്താവനയും കുറേ സമാനതകൾ നമ്മൾ കാണാൻ സാധിക്കും. അതേ ADGP ആണ് ഇന്ന് RSSന്റെ ദേശീയ നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയ വാർത്ത വിവാദമായിക്കൊണ്ടിരിക്കുന്നത്. LDF നേതാവിൻ്റെ MLAയുടെ വെളിപ്പെടുത്തലുകളിലാണ് ഇന്ന് വാർത്തകൾ വിവാദമായിക്കൊണ്ടിരിക്കുന്നത്. മുസ്ലിം സമൂഹത്തെ പ്രതിസ്ഥാനത്ത് നിർത്താൻ അദ്ദേഹം കാണിച്ച വ്യഗ്രത നമുക്ക് അന്നത്തെ ചില വാർത്തകളിൽ നിന്ന് കാണാൻ സാധിക്കും. അത്തരം പ്രധാനപ്പെട്ട ചില സംഭവങ്ങളൊന്ന് നമുക്ക് ആ വാർത്തയുടെ ചില ഭാഗങ്ങളൊന്ന് കണ്ടു നോക്കാം. ഈ ഇതുവരെയുള്ള അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് ഈ വ്യക്തി ഹൈലി റാഡിക്കലൈസ്ഡ് ആണ്. അദ്ദേഹത്തിന് ഈ റാഡിക്കലൈസ്ഡ് ആയിട്ടുള്ള വീഡിയോസ് മറ്റും നോക്കുന്ന ഒരു ശീലമുണ്ട്. അദ്ദേഹം വരുന്ന ഏരിയയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ അന്വേഷിക്കുന്നതാണ്, നിങ്ങൾക്ക് അതിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അത്തരത്തിലുള്ള റാഡിക്കലൈസ്ഡ് ആയിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം ഇത്തരത്തിലൊരു ആക്ഷൻ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് വന്നത്. ആയിരിക്കുന്ന വ്യക്തി ഡൽഹിയിലുള്ളതാണ്. ഷഹീൻ ബാഗ് എന്ന് പറയുന്ന ഭീകരപ്രവർത്തനത്തിന് കുപ്രസിദ്ധമായ ഒരു സ്ഥലത്ത് നിന്നാണ് അയാൾ വരുന്നത്. ഭീകരപ്രവർത്തകന്മാരെ അടവെച്ച് വിരിയിക്കുന്ന ഹാച്ചറിയാണ് ആ സ്ഥലം. അദ്ദേഹം വരുന്ന ഏരിയയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ അന്വേഷിച്ചിട്ടുള്ള, നിങ്ങൾക്ക് അതിന്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാം. അയാൾ മുസ്ലിം പോപ്പുലേറ്റഡ് ആയിട്ടുള്ള സ്ഥലത്തു നിന്ന് വരുന്നു എന്ന് പറഞ്ഞാൽ മതി എന്ന് കരുതുകയാണ് ADGP. ഞാൻ പറയുന്നത് അയാൾ ഒരു തീവ്രവാദിയാണെന്ന് സ്ഥാപിക്കാൻ അയാൾ ഷഹീൻ ബാഗിൽ നിന്ന് വരുന്ന ആളാണ് എന്ന് മാത്രമേ ഇന്ന് പറഞ്ഞിട്ടുള്ളൂ ഈ ADGP. പിന്നെ അയാൾ സാക്കിർ നായിക് എന്ന് പറയുന്ന മതപ്രഭാഷകന്റെ പ്രഭാഷണവും കുറിച്ച് കേട്ടിട്ടുണ്ട്. അതിനപ്പുറം ആ പ്രഭാഷണത്തിൽ നിന്ന് അയാൾ എങ്ങനെയാണ് റാഡിക്കലൈസ് ചെയ്യപ്പെട്ടത്, അതിനപ്പുറം അയാൾ എങ്ങനെയാണ് തീവ്രവാദിയായത്, അയാളുടെ മോട്ടീവ് എന്തായിരുന്നു, അയാൾ വന്ന് കേരളം തിരഞ്ഞെടുക്കാനുള്ള കാര്യം എന്താണ്, ഇതൊന്നും അല്ല പറയുന്നത്. നിങ്ങൾക്കറിയാമല്ലോ അദ്ദേഹം ഷഹീൻ ബാഗിൽ നിന്ന് വരുന്ന ആളാണ് എന്ന് പറഞ്ഞാൽ ബാക്കി ഇപ്പോഴത്തെ ഇന്ത്യ പൂരിപ്പിച്ചോളൂ എന്നാണ് ADGP വിചാരിക്കുന്നത്. പോപ്പുലേഷനുള്ള സ്ഥലത്തു നിന്ന് വരുന്ന ആളാണ്, ബാക്കി ഞാൻ പറയണ്ടല്ലോ എന്ന് പറഞ്ഞ് RSSന്റെ വത്സൻ തില്ലങ്കേരി പറഞ്ഞ വാചകമാണത്. രണ്ട് പേരെ അത് പറഞ്ഞിട്ടുള്ളൂ കേരളത്തിൽ. ഒന്ന് വത്സൻ തില്ലങ്കേരിയും ഒന്ന് ADGP അജിത് കുമാറും. അത് പറഞ്ഞ് തടി തപ്പാം, ഈ പൊതുബോധത്തിനൊപ്പിച്ച് ഫ്രെയിം ഉണ്ടാക്കി കളയാം എന്ന് വിചാരിച്ചാൽ അത് കയ്യിലിരിക്കത്തേ ഉള്ളൂ.